ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മുടെ യൂട്യൂബർ അഖിലിൻ്റെ ഭാര്യ ഒളിച്ചോടി പോയി എന്നുള്ളതും അതൊരു ബസ് ഡ്രൈവറുടെ കൂടെയാണ് ഒളിച്ചോടി പോയി എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അതിന് ഒരു എന്താ പറയുക റിയാക്ഷൻ വീഡിയോ ആയിട്ട് നമ്മുടെ അലൻ ജോസ് പെരേര വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആ വീഡിയോ? അതൊന്ന് കണ്ടു വന്നതിന് ശേഷം നമുക്ക് ബാക്കി പറയാം കേട്ടോ. അപ്പോൾ അഖിലേട്ടാ വിഷമിക്കരുത്. അപ്പോൾ ലൈഫാണ്. അപ്പോൾ അഖിലേനാട് ചേട്ടൻ കാണാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞങ്ങൾ കാണാറുണ്ട്, കല്യാണ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഉള്ളിലൊരു സങ്കടമുണ്ട്. കാരണം ഇപ്പോൾ ആൾക്കാരിപ്പോൾ എല്ലാവരും കല്യാണം കഴിക്കുന്നില്ലെന്ന് ചോദിക്കും, പക്ഷേ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടല്ലോ. ഒരു എക്സാമ്പിളാണ്, എല്ലാവർക്കും ഒരു പാഠം കൂടിയാണ്. കാരണം എത്ര കോടിക്കണക്കിന് രൂപ ഉണ്ടായാലും പെണ്ണിന് പെട്ടെന്നൊരു ബുദ്ധി തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളത് കൂളായിട്ട് എടുക്കാം ചേട്ടാ. അപ്പോൾ എന്തായാലും വിഷമമുണ്ട്. കാരണം എന്നെക്കാളും പ്രായം കൊണ്ട് മൂത്താണ്. അപ്പോൾ ചേട്ടന് കൂളായിട്ടിരിക്കുക, വേറെ ഒന്നും ചിന്തകളൊന്നും വേറെ ഉണ്ടാകരുത്. കാരണം സാധാരണ ഇങ്ങനത്തെ ചിന്തയിലൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമോശം കാണിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നും കാണിക്കരുത്. കാരണം നമ്മൾ ഒരുപാട് പേര് പല രീതിയിൽ റിയാക്ട് ചെയ്ത് കാണുന്നുണ്ട്. കാരണം ഇതൊരു കണ്ണന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, ശരിക്കും നമുക്ക് ഉള്ളിൽ തട്ടിയിട്ട് വിഷമമുള്ളതുകൊണ്ട് അറിയിക്കുന്നത്. കാരണം ഇത്രയും പുള്ളി ഇപ്പോൾ എന്നെക്കാളും പുള്ളിയുടെ ഒരു ഇതെന്ന് വെച്ചാൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സിനിമയിൽ വരെ അഭിനയിച്ച്, എന്നിട്ടും ആ ഒരു ഫാമിലിയിൽ അതൊരു ഇങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് വന്നെങ്കിൽ അത് എന്താ പറയുക, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ എന്തായാലും ഇനി വിഷമിക്കാണ്ട് കണ്ടന്റ് ചെയ്യുക. ചേട്ടൻ ഒരിക്കലും മറ്റുള്ള ചിന്തകളിലേക്ക് പോകരുത്, ബാഡായിട്ടുള്ള ചിന്തിക്കരുത്. കാരണം ലൈഫാണ്. ഇപ്പം ഞാനും ഈ ട്രോമയിലൂടെ കടന്നു പോയതാണ്. എന്നെ ഒരുപാട് ആൾക്കാരൊക്കെ തേച്ചതാണ്. അതൊക്കെ നമുക്ക് പേരെടുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളും ഈ എല്ലാം കഴിക്കാണ്ട് തന്നെ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അഖിലേട്ടനാണ് കൊണ്ടുപോയി പറയാനുള്ളത്, ബി കൂൾ, ബി സേഫ് ആൻഡ് ബി ധൈര്യമായിട്ടിരിക്കുക. നമ്മളുണ്ട് കൂടെ. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, അലൻ ജോസ് പെരേര എന്ന് പറയുന്ന ഈ വ്യക്തി എന്താണ് പറയുന്നത്. ഇത് തന്നെയാണ് എനിക്കും പറയുവാനുള്ളത്. അയാളൊരു സിനിമ ചെയ്ത വ്യക്തിയാണ്. അത്യാവശ്യം 10 ലക്ഷത്തിന് മേലെ ഫോളോവേഴ്സുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അയാളുടെ ഭാര്യ പോകണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ചിലപ്പോൾ പേരോ പ്രശസ്തിയോ ഒന്നും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതല്ലെങ്കിൽ അഖിലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാത്ത എന്താണോ അവൻ്റെ കയ്യിലുള്ളത് എന്ന് നമുക്കറിയില്ല. എന്തായാലും അവൾ പഠിക്കും, ഇന്നല്ലെങ്കിൽ നാളെ പഠിക്കും. തന്നെക്കാളും 41 വയസ്സിന് മൂത്തതായ ആളുടെ കൂടെ 41 വയസ്സോ എങ്ങോ അയാൾക്ക് ഉണ്ടെന്ന് പറയുന്നു. അയാളെ വിവാഹം കഴിച്ചിട്ടില്ലെന്നും പറയുന്നു. അഖിലെ പഠിപ്പിക്കാൻ നിന്നിരുന്നു. പഠിപ്പിക്കുന്നതിൻ്റെ ഈ 3 മാസത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പം ഇങ്ങനെ ഒരു പ്രേമം ഉണ്ടായതെന്നുള്ളതും അഖിലും ഇവളും തമ്മിൽ 3 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം കഴിച്ചു എന്നുള്ളതും പറയുന്നു. അപ്പോൾ ഇവൾക്ക് പ്രണയമൊന്നുമല്ല മനസ്സിലെന്നുള്ളത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റൊരുത്തിനെ സ്നേഹിച്ചിട്ട് പോവില്ലായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ അലൻ ജോസ് പെരേര പറഞ്ഞതി ഞാനും പറയുന്നു, അഖിലിനെ എന്താ പറയുക, സപ്പോർട്ടായിട്ട് നിൽക്കുക. അവന് ഈ സമയത്ത് നല്ല മാനസിക പിന്തുണ നൽകി ഒന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പോകുമ്പോൾ ഭാര്യ അങ്ങനെ പോകുമ്പോൾ ഒരു നാണക്കേടുണ്ടാകും. കയ്യബദ്ധങ്ങളൊന്നും കാണിക്കാതെ അവനെ അതിൽ നിന്നും കരകയറ്റി കൊണ്ടുവന്ന്, എത്രയായാലും മനസ്സ് തകർന്നിട്ടുണ്ടാവും, ആ തകർച്ചയിൽ നിന്നും അവനെ കൈ ഉയർത്തി പിടിച്ചു കൊണ്ടുവന്ന് എന്താ പറയുക, നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്ത് ഇവൾ പോയാൽ പോട്ടട, പകരം ഇതിൽ നല്ലതിനെ കിട്ടുമെന്നൊരു ആശ്വാസവാക്കെങ്കിലും പറയാൻ കൂടെ ആളുണ്ടായി അവനെ കൈ പിടിച്ച് ഉയർത്തി കൊണ്ടുവരണമെന്നാണ് കേട്ടോ എനിക്ക് ഈ ഒരു കാര്യത്തിലേക്ക് പറയാനുള്ളത്. എത്രയായാലും അവൻ്റെ മനസ്സ് തകർന്നിട്ടാവും ഇരിക്കുന്നുണ്ടാവുക, അല്ലേ? അപ്പോൾ ഈ കോമാളി എന്ന് പറയപ്പെടുന്ന അലൻ ജോസ് പെരേരയുടെ ഈ ഒരു ഇതിനപ്പുറം മറ്റൊരാളുടെ വീഡിയോസിനും എനിക്കെന്ത് തോന്നിയില്ല, അത്ര എന്താ പറയുക, ഡോളറിന് വേണ്ടിയിട്ടുള്ള ഒരു ഒട്ടപ്പാച്ചിലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യഥാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ വേദന അറിയുന്ന ഒരാളുടെ ഒരു റിയാക്ഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എത്രയോ യൂട്യൂബേഴ്സ് അഖിലിനെയും അഖിലിൻ്റെ ഭാര്യയെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്ന രീതിയിലാണ് വീഡിയോസ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ഒരു കൂട്ടർ അഖിലിൻ്റെ ഭാര്യയുടെ ഭാഗം ശരി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർ അഖിലിൻ്റെ ഭാഗമാണ് ശരി എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു. അതായത് അഖിലിൻ്റെ ഭാര്യ പോയതിന് കാരണം അഖിൽ തന്നെയാണെന്നുള്ളതും എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും അവൾക്ക് വേറെ പ്രേമബന്ധമുണ്ട്, ഇവനക്ക് വേറെ പ്രേമബന്ധമുണ്ട്, അതുകൊണ്ടാണ് രണ്ട് വഴിക്ക് പോയത്
എന്ന് പറയുന്നവരും. എന്നാൽ കുറച്ചാളുകൾ എന്ത് തന്നെയായാലും അഖിലിന് വേറെ പ്രേമബന്ധമുണ്ടെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് പോകാമായിരുന്നു. ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിലും അത് ഡിവോഴ്സ് ചെയ്തതിന് ശേഷം ആകാമായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ അതിലും നല്ലൊരു വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് എത്രയോ കളിയാക്കിക്കൊണ്ടിരുന്ന, പുച്ഛം തോന്നിയിരുന്ന അലൻ ജോസ് പെരേര നല്ല വ്യക്തമായിട്ടുള്ളൊരു മറുപടിയുമായി വന്നിട്ടുണ്ട്. അതിന് അഖിലിനെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അതൊന്ന് കേട്ട് വന്നിട്ട് ബാക്കി പറയാം കേട്ടോ.